നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ UDFന്റെ ചരിത്ര വിജയത്തിൽ ആഹ്ലാദം പങ്കുവച്ച് തൃപ്രയാറിൽ UDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി ആഹ്ലാദ പ്രകടനം നടത്തി. ഫലപ്രഖ്യാപനം കഴിഞ്ഞിട്ടും മണ്ണലൂരിൽ വിവാദങ്ങൾ കനക്കുന്നു. തെരഞ്ഞെടുപ്പ് ഫലം കോടതി കയറുമെന്ന് ഉറപ്പായി. അതേസമയം TN പ്രതാപന്റെ അപരൻ പിടിച്ച 184 വോട്ടുകളും ഫലത്തെ സ്വാധീനിച്ചു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തിന് എത്തിച്ച ആന ഇടഞ്ഞു. ചന്ദ്രാപിന്നി ഈസ്റ്റ് ശ്രീവിദ്യ ലൈബ്രറിയിൽ വായനക്കളരി സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ UDFന്റെ ചരിത്ര വിജയത്തിൽ ആഹ്ലാദം പങ്കുവച്ച് തൃപ്രയാറിൽ UDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി ആഹ്ലാദ പ്രകടനം നടത്തി. കൊട്ടും മേളവും വർണ്ണത്തിരികൾ കത്തിച്ചും പടക്കം പൊട്ടിച്ചും തൃപ്പയാർ പോളിംഗ് ജംഗ്ഷനിൽ നിന്ന് തുടങ്ങിയ പ്രകടനം തൃപ്പയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് അവസാനിച്ചു. UDF ചെയർമാൻ PM സിദ്ദിഖ്, നേതാക്കളായ അനിൽ പുളിക്കൽ, നൌഷാദ് ആറ്റുപറമ്പത്ത്, VR വിജയൻ, KA കബീർ, P വിനു, AN സിദ്ധപ്രസാദ്, CG അജിത് കുമാർ, VD സന്ദീപ്, CS മണികണ്ഠൻ, PC മണികണ്ഠൻ, PH മുഹമ്മദ്, മെമ്പർമാരായ സുബില പ്രസാദ്, സീന ഉണ്ണികൃഷ്ണൻ, സിന്ധു സിദ്ധപ്രസാദ്, PC ജയപാലൻ, PK വാസൻ എന്നിവർ നേതൃത്വം നൽകി. ഫലപ്രഖ്യാപനം കഴിഞ്ഞിട്ടും മണ്ണലൂരിൽ വിവാദങ്ങൾ കനക്കുന്നു. തെരഞ്ഞെടുപ്പ് ഫലം കോടതി കയറുമെന്ന് ഉറപ്പായി. അതേസമയം TN പ്രതാപന്റെ അപരൻ പിടിച്ച 184 വോട്ടുകളും ഫലത്തെ സ്വാധീനിച്ചു. 126 വോട്ടിന് നേരിയ ഭൂരിപക്ഷത്തിലാണ് മണലൂരിൽ CPMലെ പ്രൊഫസർ C രവീന്ദ്രനാഥ് വിജയിച്ചത്. കോൺഗ്രസിലെ കരുത്തൻ TN പ്രതാപനുമായി ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ ആയിരുന്നു ഇടതിന്റെ വിജയം. ഭൂരിപക്ഷം പ്രഖ്യാപിക്കുന്നതിൽ അവ്യക്തത ഉണ്ടായിരുന്നു. ഒടുവിൽ 126 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രവീന്ദ്രനാഥ് മുന്നിലെത്തി. ഇതോടെ TN പ്രതാപൻ കൗണ്ടിംഗ് സെഷനിലെത്തി 5 VVPAT മെഷീനുകൾ വീണ്ടും എണ്ണുവാൻ ആവശ്യപ്പെടുകയായിരുന്നു. 200ഓളം തപാൽ വോട്ടുകൾ രണ്ടാമത് എണ്ണണമെന്നും പ്രതാപൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തീരുമാനം പ്രതാപന് അനുകൂലമായി. തപാൽ വോട്ടുകൾ ക്രമാതീതമായി അസാധുവാക്കപ്പെട്ടതിൽ അസ്വാഭാവികതയുണ്ടെന്നാണ് ഇപ്പോൾ UDF ആരോപിക്കുന്നത്. ഇതിനെതിരെ നിയമപോരാട്ടം നടത്താനാണ് തീരുമാനം. ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുമെന്ന് UDF കേന്ദ്രങ്ങൾ അറിയിച്ചു. അതേസമയം TN പ്രതാപന്റെ അപരൻ പ്രതാപൻ 184 വോട്ടുകൾ നേടിയത് തെരഞ്ഞെടുപ്പിൻ ഫലത്തിൽ നിർണായകമായി. അതേസമയം പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ അപരൻ K രവീന്ദ്രനാഥ് 234 വോട്ടുകൾ നേടിയിരുന്നു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തിന് എത്തിച്ച ആന ഇടഞ്ഞു. ചൊവ്വാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. മച്ചാട് ഗോപാലൻ എന്ന ആനയാണ് ഇടഞ്ഞത്. വിളക്കെഴുന്നള്ളിപ്പിന് ശേഷം ദേവസ്വത്തിന്റെ സ്ഥലമായ മഹാത്മാ ലൈബ്രറിക്ക് സമീപമുള്ള പറമ്പിൽ തളച്ചിരുന്ന ആനയാണ് ഇടഞ്ഞത്. പറമ്പിലെ തെങ്ങിൽ തളച്ചിരുന്ന ആന തെങ്ങ് മറിച്ചിട്ടു. എലിഫന്റ് സ്ക്വാഡും പാപ്പാന്മാരും ചേർന്ന് ഏറെ നേരത്തെ പരിശ്രമ ഫലമായി ആനയെ തളയ്ക്കുകയായിരുന്നു. ഇത്തവണത്തെ ഉത്സവത്തിനിടെ ഇത് 3ാം തവണയാണ് ആന ഇടയുന്നത്. വെള്ളിയാഴ്ച വാഴ്വാടി കാശിനാഥൻ എന്ന ആനയിടഞ്ഞ് പാപ്പാനെ ചവിട്ടി കൊലപ്പെടുത്തിയിരുന്നു. അതിനടുത്ത ദിവസം ഗുരുവായൂർ ദേവദാസ് എന്ന ആനയിടഞ്ഞ് പാപ്പാനെ ഓടിപ്പിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഈ ആനയെ ഉത്സവത്തിന് പങ്കെടുപ്പിക്കാതെ തിരിച്ചയച്ചു. തുടർന്നാണ് ഇന്ന് മച്ചാട് ഗോപാലനും ഇടഞ്ഞത്. ചന്ദ്രാപിന്നി ഈസ്റ്റ് ശ്രീവിദ്യ ലൈബ്രറിയിൽ വായനക്കളരി സംഘടിപ്പിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം PN ദേവി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് ഷാരി സന്തോഷ് അധ്യക്ഷത വഹിച്ചു. മധുരകം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി ദിനേശ്, പഞ്ചായത്ത് അംഗങ്ങളായ സാജിദ അഷ്റഫ്, സുധീഷ് ബാബു, ലൈബ്രറിയൻ സുലത ഗോപാലൻ, തിലകൻ മഞ്ചാക്കൽ, ആർദ്ര ഹരി, കൊച്ചുമോൻ കറപ്പം വീട്ടിൽ, K അഹദ്, സൗമ്യ, ലക്ഷ്മി, അലീന അക്ഷയ്, സോമൻ എന്നിവർ പങ്കെടുത്തു. പോലീസിന്റെ അടിയന്തര പ്രതികരണ സംവിധാനത്തിന്റെ സേവനം ദുരുപയോഗം ചെയ്ത കേസിൽ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു.
തളിക്കുളം പത്താങ്കൽ സ്വദേശി പണിക്ക വീട്ടിൽ ഷാഹിദാണ് അറസ്റ്റിലായത്. വധശ്രമ കേസിലെ പ്രതിയെ ലുക്കൌട്ട് സർക്കുലർ പ്രകാരം കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. എടവിലങ്ങ് സ്വദേശി മഞ്ഞോളി വീട്ടിൽ ജ്യോതിഷിനെയാണ് അറസ്റ്റ് ചെയ്തത്. വാടാനപ്പള്ളി ജില്ലാ അതോറിറ്റി അധികൃതരുടെ അനാസ്ഥയും കെടുകാര്യസ്ഥതയും മൂലം തൃത്തല്ലൂർ കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡിൽ ചേലോട് പാലത്തിനു സമീപം കുടിവെള്ള പൈപ്പ് പൊട്ടി 3 ദിവസമായി കുടിവെള്ളം പാഴായി പോകുന്നു. ജല അതോറിറ്റി കരാറുകാരൻ JCB കൊണ്ട് റോഡ് പൊളിച്ചതാണ് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായി പോകാൻ ഇടയാക്കിയത്. അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്തിൽ പ്രതിഷേധിച്ച് ചോലോട് റെസിഡൻസ് അസോസിയേഷൻ പ്രതിഷേധ യോഗം ചേർന്നു. പ്രസിഡന്റ് ജയതിലകൻ ചാളിപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. ഖാദർ ചേലോട്, A. ആനന്ദൻ, സുരേഷ് തച്ചപ്പുള്ളി തുടങ്ങിയവർ സംസാരിച്ചു. രാഷ്ട്രീയ വൈരാഗ്യത്തെ തുടർന്ന് UDF മുൻ കൗൺസിലറെയും സുഹൃത്തിനെയും വഴിയിൽ തടഞ്ഞു നിർത്തി മർദ്ദിച്ച സംഭവത്തിൽ 6 പേർക്കെതിരെ വടക്കാഞ്ചേരി പോലീസ് കേസെടുത്തു. മുൻ കൗൺസിലർ ജോയൽ മഞ്ഞില, സുഹൃത്ത് കണ്ണദാസൻ എന്നിവർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. സംഭവത്തിൽ പ്രതികളായ RCPM, DYFI പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. പാലക്കാട് കനാൽ പാലത്തിന് സമീപം വെച്ചായിരുന്നു സംഭവം. സുഹൃത്തിനോടൊപ്പം ബൈക്കിൽ പോവുകയായിരുന്ന ജോയലിനെ പ്രതികൾ തടഞ്ഞു നിർത്തി അസഭ്യം പറയുകയും കോളറിന് പിടിച്ച് താഴെയിട്ട് മർദ്ദിക്കുകയുമായിരുന്നു. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ 7ാം ഉത്സവം ആഘോഷിച്ചു. പല്ലാട്ട് ബ്രഹ്മദത്തൻ ഭഗവാന്റെ തിടമ്പേറ്റി. പാറമേക്കാവ് കാശിനാഥനും ബാസ്റ്റ്യൻ വിനയസുന്ദറും കൂട്ടാനകളായി. കിഴക്കോട്ട് അനിയന്മാരാർ മേളപ്രമാണികത്വം വഹിച്ചു. രാവിലത്തെ ശീവേലിയും രാത്രിയിലെ വിളക്കും ദർശിക്കാൻ ആയിരങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത്. ഭഗവാന്റെ തിടമ്പ് പുറത്തേക്ക് എഴുന്നള്ളിച്ച് നാലമ്പലത്തിന് ചുറ്റും 4 പ്രദക്ഷിണം ചെയ്തതിന് ശേഷമാണ് പഞ്ചാരി മേളത്തിന്റെ പതിവ് കാലത്തിന് കിഴക്കേ നടപ്പുരയിൽ കേളികൊട്ടുയരുന്നത്. വലിയ വിളക്കു ദിവസമായ ബുധനാഴ്ചയാണ് പഞ്ചാരി മേളം അവസാനിക്കുന്നത്. CPM-ന്റെ ധിക്കാരത്തിനും ധാർഷ്ട്യത്തിനുമുള്ള മറുപടിയാണ് തിരഞ്ഞെടുപ്പിൽ ജനം നൽകിയതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും നിയുക്ത കൊടുങ്ങല്ലൂർ MLA-യുമായ OJ ജനീഷ്. TR വർക്ക് കൊണ്ട് ജനങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. 10 വർഷത്തെ അധികാര ധാർഷ്ട്യത്തിനെയാണ് ജനം ചെവിക്ക് പിടിച്ച് പുറത്താക്കിയത്. കോൺഗ്രസിനെ പരിഹസിച്ചവർ ഇപ്പോൾ വനവാസത്തിന് പോകേണ്ട ഗതികേടിലാണ്. UDF-ന്റെ വിജയം വർഗീയതയുടെ കൂട്ടുപിടിച്ചാണെന്ന ഇടതുപക്ഷത്തിന്റെ വാദം തോൽവിക്കുള്ള കേവലം ന്യായീകരണം മാത്രമാണ്. കൊടുങ്ങല്ലൂരിലെ തന്റെ വിജയം UDF തരംഗത്തിനൊപ്പം മണ്ഡലത്തിലെ വികസന മുരടിപ്പിനുള്ള ജനവികാരമാണെന്നും ജനീഷ് പറഞ്ഞു. തൃശൂരിൽ BJP-യെ തളച്ചെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. മോദി ഉൾപ്പെടെ 46 VIP-കൾ തൃശൂരിൽ വന്നിട്ടും BJP തറപറ്റി. സുരേഷ് ഗോപി ജയിച്ച സ്ഥലത്താണ് കോൺഗ്രസ് മിന്നിച്ചത്. എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചെങ്കിൽ പരിശോധിക്കുമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ വലിയ വിളക്ക് ബുധനാഴ്ച ആഘോഷിക്കും. വെള്ളിയാഴ്ച കൂടപ്പുഴ ആറാട്ടുകടവിൽ നടക്കുന്ന ആറാട്ടോടെ ഈ വർഷത്തെ ഉത്സവത്തിന് സമാപനമാകും. സന്ധ്യയോടെ ക്ഷേത്രവും പരിസരവും ലക്ഷദീപങ്ങളാൽ നിറയും. ആൽത്തറയിലും കൊട്ടിലാക്കൽ പറമ്പിലെ ദേവസ്വം കെട്ടിടത്തിലും ദീപം തെളിയിക്കും. വൈകിട്ട് നടക്കുന്ന വിളക്കാഘോഷം ദർശിക്കാൻ ആയിരങ്ങളാണ് സംഗമേശ്വര സന്നിധിയിലേക്ക് ഒഴുകിയെത്തുക. രാത്രി നടക്കുന്ന വിളക്കെഴുന്നള്ളിപ്പിന് 17 ഗജവീരന്മാർ അണിനിരക്കും. പെരുവഴം കുട്ടന്മാരാർ മേളപ്രമാണം വഹിക്കും. വ്യാഴാഴ്ച ക്ഷേത്രത്തിൽ പള്ളിവേട്ട നടക്കും. വർഷത്തിലാദ്യമായി ഭഗവാൻ ക്ഷേത്രമതിൽക്കെട്ടിനകത്തുനിന്ന് പുറത്തേക്കിറങ്ങുക പള്ളിവേട്ട ദിവസമാണ്. പുറത്തേക്കിറങ്ങുന്ന ഭഗവാനെ കേരള പോലീസ് റോയൽ സല്യൂട്ട് നൽകി ആദരിക്കും. തുടർന്ന് 3 ഗജവീരന്മാരുടെ അകമ്പടിയോടെ ആൽത്തറയിലേക്ക് വേട്ടയ്ക്കായി പുറപ്പെടും. ആൽത്തറയിൽ ദുഷ്ടമൃഗത്തെ വേട്ടയാടിയ ശേഷം ക്ഷേത്രത്തിലേക്ക് തിരിക്കും. തുടർന്ന് പഞ്ചവാദ്യം ആരംഭിക്കും. ദേവസ്വം ഓഫീസിന് മുന്നിലുള്ള പന്തലിൽ എത്തിയ ശേഷം പാണ്ടിമേളം ആരംഭിക്കുകയും മേളത്തിന്റെ അകമ്പടിയോടെ ഭഗവാൻ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതോടെ പള്ളിവേട്ട ചടങ്ങ് പൂർത്തിയാകും. അടൂരിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ ചലച്ചിത്ര നടൻ സന്തോഷ് K. നായർ അന്തരിച്ചു. അപകടത്തിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഗുരുതര പരിക്കുണ്ട്. ഇദ്ദേഹം സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാർ ട്രക്കുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. പുലർച്ചെ 6:15-ഓടെയാണ് അപകടമുണ്ടായത്. ഒട്ടേറെ സിനിമകളിൽ അഭിനയിച്ച ഇദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയും കുറച്ചുകാലമായി തൃശൂർ, ഗുരുവായൂരിൽ താമസിച്ചു വരികയുമായിരുന്നു. സംസ്ഥാനത്തെ UDF തരംഗത്തിലും ഇടതിനെ കൈവിടാതെ തൃശൂർ ജില്ല. ജില്ലയിൽ 9 LDF, 4 UDF. സംസ്ഥാനം മുഴുവൻ UDF തരംഗം ആഞ്ഞടിച്ചപ്പോഴും ജില്ലയിൽ കരുത്തറിയിച്ച് LDF. മണലൂർ, ഗുരുവായൂർ, പുതുക്കാട്, കുന്നംകുളം, ചേലക്കര, വടക്കാഞ്ചേരി, ഒല്ലൂർ, നാട്ടിക, കയ്പമംഗലം മണ്ഡലങ്ങൾ ഇടതിനൊപ്പം നിന്നു. ചാലക്കുടി, ഇരിങ്ങാലക്കുട, തൃശൂർ, കൊടുങ്ങല്ലൂരും മണ്ഡലങ്ങളാണ് UDF-ന് ഒപ്പം നിന്നത്. ചാലക്കുടിയിൽ സനീഷ് ജോസഫ് കുമാർ വിജയം ആവർത്തിച്ചപ്പോൾ ഇരിങ്ങാലക്കുട, തൃശൂർ, കൊടുങ്ങല്ലൂർ മണ്ഡലങ്ങൾ വല്ലത് കരം പിടിച്ചു.
മണലൂർ നിയമസഭാ മണ്ഡലത്തിലെ തപാൽ വോട്ടുകൾ ക്രമാതീതമായി അസാധുവാക്കപ്പെട്ട നടപടിയിൽ അസ്വാഭാവികതയുണ്ടെന്നും ഇതിനെതിരെ നിയമ പോരാട്ടം നടത്തുമെന്നും UDF സ്ഥാനാർത്ഥി TN പ്രതാപന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റ് CC ശ്രീകുമാർ അറിയിച്ചു. തപാൽ വോട്ടുകൾ എണ്ണിയപ്പോഴുണ്ടായ ഗുരുതരമായ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി UDF ചീഫ് ഇലക്ഷൻ ഏജന്റ് റീകൗണ്ടിങ്ങിനായി അപേക്ഷ നൽകിയിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ ഔദ്യോഗിക ഫലം പ്രഖ്യാപിക്കാവൂ എന്ന് വരണാധികാരിയോട് UDF ആവശ്യപ്പെട്ടു. പോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ചയാണ് 160 പോസ്റ്റൽ വോട്ടുകൾ കൂട്ടത്തോടെ അസാധുവാകാൻ കാരണമെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്തും തൃശൂരിലും UDF നേടിയ വൻ വിജയത്തിൽ UDF തൃശൂർ നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. വാദ്യമേളങ്ങൾ, പുലിക്കളികൾ, കാവടിയാട്ടം തുടങ്ങിയവയുടെ അകമ്പടിയോടെയാണ് ആഹ്ലാദ പ്രകടനം നടന്നത്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, മുൻ DCC പ്രസിഡന്റ് മറയ ജോസ് വള്ളൂർ, MP വിൽസൺ, DCC വൈസ് പ്രസിഡന്റ് IP പോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടതിനോട് ചേർന്ന് നാട്ടികയും കയ്പമംഗലവും. പുതുക്കാട് മണ്ഡലത്തിൽ കടുത്ത മത്സരത്തിനൊടുവിൽ ഇടതിന് ജയം. മുൻ MLA കൂടിയായ ഗീതാ ഗോപിക്ക് നാട്ടികയിൽ 7093 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയം. ഗീതാ ഗോപിക്ക് 58,979 വോട്ടുകൾ ലഭിച്ചപ്പോൾ UDFിലെ സുനിൽ ലാലൂരിന് 51,856 വോട്ടും BJPയിലെ CC മുകുന്ദന് 45,216 വോട്ടും ലഭിച്ചു. BJPക്ക് തൃശൂർ ജില്ലയിൽ ലഭിച്ച മികച്ച ഭൂരിപക്ഷമാണ് നാട്ടികയിലേത്. ഇടത് മനസ്സുള്ള കയ്പമംഗലം 9,944 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് KK വത്സരാജിന് നൽകിയത്. KK വത്സരാജിന് 65,448 വോട്ടുകൾ ലഭിച്ചപ്പോൾ UDFിന്റെ TM നാസറിന് 55,504 വോട്ടും NDAയിലെ അതുല്യഘോഷ് വെട്ടിയാട്ടിലിന് 19,688 വോട്ടും ലഭിച്ചു. പുതുക്കാട് മണ്ഡലത്തിൽ കടുത്ത മത്സരമാണ് കാഴ്ചവെച്ചത്. ഒടുവിൽ LDFിലെ KK രാമചന്ദ്രന് 2,853 വോട്ടിന്റെ ജയം. രാമചന്ദ്രന് 63,136 വോട്ടുകൾ ലഭിച്ചപ്പോൾ UDF സ്ഥാനാർത്ഥി KM ബാബുരാജിന് 60,283 വോട്ടും BJPയിലെ A നാഗേഷിന് 22,018 വോട്ടും ലഭിച്ചു. ജില്ലയിൽ വലതുകരം പിടിച്ചത് 4 മണ്ഡലങ്ങൾ. തൃശൂരിൽ നേടിയത് മിന്നും ജയം. തൃശൂർ മണ്ഡലത്തിൽ 26,803 വോട്ടിന്റെ അപ്രതീക്ഷിത ഭൂരിപക്ഷമാണ് കോൺഗ്രസിനെ തേടിയെത്തിയത്. UDF സ്ഥാനാർത്ഥി രാജൻ പല്ലനെ 60,290 വോട്ടിനും ഇടതിലെ ആലങ്കോട് ലീലാകൃഷ്ണന് 33,487 വോട്ടും BJPയിലെ പത്മജ വേണുഗോപാലിന് 28,662 വോട്ടും എന്നിങ്ങനെയാണ് വോട്ടുനില. കൊടുങ്ങല്ലൂരിൽ UDFിലെ OJ ജനീഷിന് 8,308 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയം. ജനീഷിന് 65,162 വോട്ടും ഇടതിലെ VR സുനിൽകുമാറിന് 56,854 വോട്ടും NDAയിലെ വർഗീസ് ജോർജിന് 23,933 വോട്ടും എന്നിങ്ങനെയാണ് വോട്ടുനില. ചാലക്കുടിയിൽ സനീഷ് കുമാർ ജോസഫിന് 20,649 വോട്ടുകൾ ലീഡ് ലഭിച്ചപ്പോൾ LDF സ്ഥാനാർത്ഥി ബിജു S ചിറയത്തിന് 43,828 വോട്ടും NDAയിലെ ചാർലി പോളിന് 14,605 വോട്ടും ലഭിച്ചു. ഒരു ഇടവേളയ്ക്കു ശേഷം ഇരിങ്ങാലക്കുട മണ്ഡലം തോമസ് ഉണ്ണിയാടൻ തിരിച്ചുപിടിച്ചു. 10,212 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മുൻ മന്ത്രി R ബിന്ദുവിനെയാണ് ഉണ്ണിയാടൻ തോൽപ്പിച്ചത്. തോമസ് ഉണ്ണിയാടൻ 66,282 വോട്ടും R ബിന്ദു 56,070 വോട്ടും NDAയിലെ സന്തോഷ് ചെറാകുളം 27,167 വോട്ടും എന്നിങ്ങനെയാണ് വോട്ടുനില. അരിമ്പൂരിൽ കോൺഗ്രസ് പ്രവർത്തകരെ LDF പ്രവർത്തകർ വടികൊണ്ടാക്രമിച്ചതായി പരാതി. പരിക്കേറ്റ 4 കോൺഗ്രസ് പ്രവർത്തകരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൈപ്പുള്ളി SM സെന്ററിലായിരുന്നു സംഘർഷമുണ്ടായത്. സെന്ററിൽ ആഹ്ലാദ പ്രവർത്തനം നടത്തുകയായിരുന്ന കോൺഗ്രസ് പ്രവർത്തകരെ ബൈക്കിലെത്തിയ LDFിന്റെ ജനപ്രതിനിധി അടക്കം മറ്റുള്ളവർ ചേർന്ന് ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പരാതി. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് അന്തിക്കാട് പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ UDFിന്റെ ചരിത്ര വിജയത്തിൽ ആഹ്ലാദം പങ്കുവച്ച് തൃപ്രയാറിൽ UDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി ആഹ്ലാദ പ്രകടനം നടത്തി. ഫലപ്രഖ്യാപനം കഴിഞ്ഞിട്ടും മണലൂരിൽ വിവാദങ്ങൾ കനക്കുന്നു. തെരഞ്ഞെടുപ്പ് ഫലം കോടതി കയറുമെന്ന് ഉറപ്പായി. അതേസമയം TN പ്രതാപന്റെ അപരൻ പിടിച്ച 184 വോട്ടുകളും ഫലത്തെ സ്വാധീനിച്ചു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തിന് എത്തിച്ച ആന ഇടഞ്ഞു.
ചന്ദ്രാപിന്നി ഈസ്റ്റ് ശ്രീവിദ്യ ലൈബ്രറിയിൽ വായനക്കളരി സംഘടിപ്പിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.